പാലക്കാട് അട്ടപ്പാടിയിൽ 19-കാരനെ കെട്ടിയിട്ട് മർദ്ദിച്ചു. അഗളി ചിറ്റൂർ ആദിവാസി ഊരിലെ ഷിബുവിനെയാണ് മർദ്ദനമേറ്റത്. ഷിബുവിന്റെ മുഖത്തും പുറത്തും കൈക്കും പരിക്കേറ്റു. അതേസമയം മദ്യപിച്ചിരുന്ന ഷിബു പ്രകോപനമില്ലാതെ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് മറുവിഭാഗം പറയുന്നു. സംഭവത്തിൽ ഷിബുവിനെതിരെ അഗളി പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകിയെന്നാൽ വാഹനത്തിന്റെ ഡ്രൈവറും ക്ലീനറും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഷിബുവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. അന്ന് വണ്ടീൻ്റെ മുമ്പിൽ വീണെന്ന് പറഞ്ഞിട്ടാണ് സംഭവം നടക്കുന്നത്. വണ്ടീൻ്റെ മുമ്പിൽ വീണെന്ന് പറഞ്ഞിട്ടാണ് തല്ലിയത് പറഞ്ഞാൽ കെട്ടിയിട്ട് തല്ലി, പോസ്റ്റിലിട്ട് കെട്ടിയിട്ട് തല്ലി. അവർ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒന്നും നോക്കിയില്ല. അവരവിടെ തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ തന്നെ കെട്ടിയിട്ടു, മഴയത്ത് കെട്ടിയിട്ടു. പിന്നെ അവിടുത്തെ നാട്ടുകാർ ആണ് എന്നെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എല്ലാം അവരാണ് ചെയ്തത്. വഴുതി വീഴുന്ന ഒന്നായി പിടിച്ച് നെക്കി എങ്കിലും അടി കൊടുത്തു. ഇവൻ ദേഷ്യം വന്നിട്ട് ഒരു കല്ലെടുത്ത് അവനെറിഞ്ഞു. ഈ കൊങ്ങായി പിടിച്ചത് ഈ കല്ല് ഇവൻ മാറിയപ്പോൾ ബോണറ്റ് വീണ് ആ ചില്ലേ തട്ടി, വണ്ടിയുടെ ചില്ലേ തട്ടി, അത് ചിലത് ഇവർ പോലെ ആയി. ഇതാണ് സംഭവം. അപ്പോൾ വണ്ടി എറിഞ്ഞു തകർക്കുന്നതാണ് റിപ്പോർട്ട്. അങ്ങനെ അടിച്ചു, മഴയത്ത് കയറിട്ട് കെട്ടി വലിച്ചു, അടിച്ചിട്ട് കൈ പിന്നെ പുറകിൽ പൂച്ചി കെട്ടിയിട്ട് പോസ്റ്റേ കെട്ടി 2 മണിക്കൂറും തുണിയില്ലാണ്ട് പോസ്റ്റേ നിർത്തിക്കാം റോഡിൽ. വിവരങ്ങളുമായി അജിത്ത് ഉണ്ട്. അജിത്ത്, ഈ സംഭവത്തിൽ ഈ യുവാവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, ആ യുവാവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ കെട്ടിയിട്ട് അടിക്കാൻ ആർക്കും അധികാരം നൽകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എവിടം വരെയാണ് പോകുന്നത്? ഈ അടിച്ചവരുടെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? അഖില രവീന്ദ്രൻ, അതിൽ പ്രധാനമായും ഒന്നാമത്തെ കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 24-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ യുവാവ് കടന്നു വരികയും ഇത്തരത്തിൽ ഈ വാഹനങ്ങളുടെ മുമ്പിലേക്ക് വരികയും അവിടെ വെച്ചിട്ട് ഇതൊരു തർക്കമുണ്ടാകുകയും അതേ തുടർന്ന് അതൊരു സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്നുണ്ടായിരുന്നത്. അതിനുശേഷം ആ സംഘർഷത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യത്തിൽ മർദ്ദനമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ പിതാവ് തന്നെ സൂചിപ്പിച്ച പോലെ കല്ലെടുത്തെറിയുമ്പോൾ ഒരു വാഹനത്തിൻ്റെ ചില്ല് പൊട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. പക്ഷേ അതിനുശേഷമാണ് മൃഗീയമായ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായത്. അതായത് കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി അതിനുശേഷം പോസ്റ്റിൽ കെട്ടിയിട്ട് വിവസ്ത്രനാക്കി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഇതിലുള്ള ഒരു വലിയ തരത്തിലുള്ള ചോദ്യം, ആ ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് ഒരു മനുഷ്യനോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത്? അതായത് ഒരു പ്രശ്നമുണ്ടായെങ്കിൽ പോലും ഒരാളെ ഇത്തരത്തിൽ വലിയ രീതിയിൽ കയറുകൊണ്ടൊക്കെ വലിഞ്ഞു മുറുക്കി മർദ്ദിക്കുക എന്ന് പറയുന്നത് അത് കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമുക്ക് വലിയ തരത്തിൽ അത് കാണുമ്പോൾ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വല്ലാത്ത വേദന ഉണ്ടാക്കുന്നുണ്ട്. അത് ഏത് മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നതെന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. അതായത് ഒരാളോട് എല്ലാ ആളുകളോടും ഇത്തരത്തിലാണോ ഒരു പെരുമാറുക എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. എല്ലാ ആളുകളോടും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ പോലും ഇത്തരത്തിൽ കയറിൽ കെട്ടിയിട്ട് പോസ്റ്റിൽ കെട്ടിയിട്ട് അവിടെ വെച്ച് കയർ കൊണ്ട് പോസ്റ്റിൽ കെട്ടിയിട്ട് വിവസ്ത്രനാക്കി മർദ്ദിക്കാൻ തയ്യാറാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ ബാക്കി നിൽക്കുന്നത് എന്നുള്ളതാണ് അഖില രവീന്ദ്രൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഇതിൻ്റെ മറുഭാഗം പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ വിവരങ്ങൾ ഉൾപ്പെടെ വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണെങ്കിലും ആ പരാതിയിൽ പ്രധാനമായും ഇവർ പറയുന്നത് പ്രകോപനമില്ലാതെ ഇത്തരത്തിൽ പ്രകോപനമില്ലാതെയുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായത്. മദ്യപിച്ച രീതിയിൽ ആക്രമിക്കാൻ വരുന്ന സാഹചര്യമുണ്ടായി, പ്രകോപനമില്ലാതെ ആക്രമിക്കാൻ വരുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പിടിച്ച് കെട്ടിയിടേണ്ടി വന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ പരാതിയിൽ പറയുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നത്, യുവാവിൻ്റെ കുടുംബം പറയുന്നത് ഈ അത്തരത്തിലുള്ള സംഭവങ്ങളല്ല ഉണ്ടായത്. പ്രകോപനമില്ലാത്ത രീതിയിൽ തന്നെ ഒരു പ്രശ്നം, ലളിതമായ ഒരു പ്രശ്നത്തെ വൈകാരികമായി കണ്ടുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പോസ്റ്റിൽ വിവസ്ത്രനാക്കി കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. ഏതാണെങ്കിലും പോലീസ് ഇക്കാര്യത്തിൽ ഇത്തരത്തിൽ ഇദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനെ തുടർന്ന് അവിടെ എത്തി ഇൻറ്റിമേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 പരാതികൾ ഇപ്പോൾ പോലീസിൻ്റെ മുമ്പിലുണ്ട്. അതിൽ പോലീസ് നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല, കേസ് എടുത്തിട്ടില്ല. അതിനെക്കുറിച്ചുള്ള നടപടികൾ പോലീസ് പൂർത്തിയാക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക. ഏതാണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത് ഈ ദൃശ്യങ്ങൾ തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും ഒരു മനുഷ്യനെ ഇങ്ങനെ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി പോസ്റ്റിൽ കെട്ടി വിവസ്ത്രനാക്കി മർദ്ദിക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. മാത്രമല്ല അത് ഒരു മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയാണോ എന്നുള്ള ചോദ്യം കൂടി അവിടെ ബാക്കിയാകുന്നുണ്ട്. അഖില രവീന്ദ്രൻ.
ശരി, പാലക്കാട് അട്ടപ്പാടിയിൽ 19കാരനെയാണ് ഇങ്ങനെ കെട്ടിയിട്ട് മർദ്ദിച്ചിരിക്കുന്നത്. വിഷയത്തിൽ നിയമ നടപടികൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുകൾ ഉണ്ടാകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത്.